ആദ്യമേ തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. പിന്നെ സാർ അത് കോടതിയിൽ പോയി. അപ്പോൾ അവർ ഞങ്ങളത് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ എന്തോന്ന് അന്വേഷണം നടത്തണേ? ഇതാ ഞാൻ കോടതി ചോദിച്ചത്, എന്താ എന്നെ കുറിച്ച് അന്വേഷിക്കുന്നത്? ഇവരും വല്ല കള്ളപ്പണക്കാരെ പോയി പിടിക്കട്ടെ എന്ന് നമ്മുടെയൊക്കെ പുറകെ നടക്കാതെ. അത് മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് പുറത്തു പോയി അങ്ങനെ ഫണ്ട് ശേഖരിക്കാനുള്ള അനുമതി കിട്ടില്ല. അപ്പോൾ സാർ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സംവിധാനം ഉണ്ടാക്കിയതെന്നും. നമ്മുടെ നാട് വികസിക്കാനായിട്ട് പണം പണിയും പണം കണ്ടെത്താനാ മന്ത്രിപ്പണി നടത്തുന്നത്, അല്ലാതെ അക്കൗണ്ടൻ്റായിട്ടിരിക്കാന്നല്ല. അങ്ങനെയല്ല അവർ കാണണേ. ഇങ്ങനെയൊക്കെ അവിടെ നന്നായിട്ടുണ്ടെങ്കിൽ ഇനി 3-ാം തവണ ജയിച്ചാലോ? അപ്പൊ അത് വെച്ചിട്ട് ഇപ്പോഴേ അങ്ങ് തടയാന്നുള്ളതാണ്. കേരളത്തിന് ഇത് വായ്പ എടുക്കാൻ, അതായത് സ്റ്റേറ്റിന് പുറത്തുനിന്നൊരു വായ്പ എടുക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത് 3% അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. നിയമത്തിൽ പല പഴുതുകളുണ്ടാവും, അത് ഉപയോഗപ്പെടുത്തുന്ന നിയമവിരുദ്ധമല്ല. അപ്പൊ കേരളത്തിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല പണിയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ പരിധിയെ മറികടക്കാൻ വേണ്ടി കണ്ടെത്തിയ മറ്റൊരു സൂത്രമാണ് ഈ മസാല കൊണ്ടുവന്ന അവരുടെ ആരോപണം. ക്ഷീണോ ഇതിങ്ങനെ കണക്കപ്പുള്ളിട്ടിരുന്നിട്ട് അത് ഇത്രയും വരവുണ്ട്, ഇത്രയും ചെലവുണ്ട്, ബാക്കി ഇത്രയുണ്ട്, അതുകൊണ്ട് ഇത്രയും റോഡ് പണിയാം എന്ന് പറഞ്ഞിരിക്കലല്ല. നാടിന്റെ വികസനത്തിന് ആവശ്യമുള്ള എന്തുണ്ടോ അത് ചെയ്യാം. ഇതിനൊരു കുഴപ്പമില്ല കേട്ടാ. ഇങ്ങനെയൊക്കെ നാട് നന്നാക്കാൻ പറ്റും. തന്നെ ഒരു ഇക്കണോമിക് ഐഡിയ വയബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ കൾച്ചറലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും താഴത്തായിരുന്നു, അവിടെ നിന്ന് ഇപ്പം നടുക്കോട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ടില്ല. ആക്കാനുള്ള പരിശ്രമം ചെയ്യണേ. അതിനെന്ത് വേണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി നമ്മൾ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതിയിട്ടാണ്. എന്തുകൊണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതി ഈ പണം ഉണ്ടായിട്ടും എങ്ങും പൂർത്തിയായില്ല? സമയബന്ധിതമായി പരിശോധിച്ചു. അർബൻ ഗവർണൻസ് സിസ്റ്റം ഇൻഎഫിഷ്യൻ്റ്. നമ്മളിവിടെ ഇപ്പോൾ KSRTC എടുത്തു നോക്കിയാലും KSEB എടുത്തു നോക്കിയാലും ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം ഒരു പുതിയ KSRTC ഉണ്ടാക്കാനുള്ള പണമാണെന്ന് നീ പറയുന്നത്. അതാണ്. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇൻഎഫിഷ്യൻ്റ്. തൊഴിലാളിയുടെ ഭാഗത്ത് പോരായ്മയൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയണേ, പക്ഷേ ഇറ്റ് ഷുഡ് ബി. കേരളത്തിൽ ഒരു വിശേഷവും ആവശ്യമില്ലാത്ത ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. CPM-ൻ്റെ മാർക്സിസത്തിൻ്റെ ഒരു സാമ്പത്തിക മുഖം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഏറ്റവും ആധികാരികമായ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരാൾ. അദ്ദേഹമാണ് കൂടെയുള്ളത്. മുൻ ധനമന്ത്രിയും CPM-ൻ്റെ സമുന്നത നേതാവുമായ തോമസ് ഐസക്. സ്വാഗതം സാർ. സാർ, എൻ്റെ ആദ്യ ചോദ്യം സാറ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിവാദത്തിലേക്കാണ്. അത് ഇപ്പോൾ കിഫ്ബിയിൽ നിന്ന് സാറിന് ആദ്യമേ തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. പിന്നെ സാർ അത് കോടതിയിൽ പോയി. അപ്പോൾ അവർ ഞങ്ങളത് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ? സാർ വീണ്ടും നോട്ടീസ് അയച്ചിട്ടുണ്ടോ? ഇടിക്കാൻ വലിയ വാശിയിലാണെന്നാണ് ചിലർ പറയുന്നത്. വേറെ ചിലരെ ചോദ്യം ചെയ്യാൻ പോയപ്പോൾ തോമസ് ഐസക് രക്ഷോട്ടൊന്നും കരുതണ്ട, ഞങ്ങൾ പിടിക്കണ്ടെന്നാ പറയണേ. എന്തൊന്ന് പിടിക്കുക? സെയിം ഫെമ നിയമപ്രകാരമാണ് അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അന്വേഷണം നടന്നു. അപ്പോൾ വിദേശ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ടെന്ന് പറയേണ്ട ആള് റിസർവ് ബാങ്കാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു റിസർവ് ബാങ്കിനെ ഒളിപ്പിക്കണം. എന്ത് ചെയ്താലും റിസർവ് ബാങ്ക് വരത്തില്ല, വരുത്തിച്ചു. അപ്പോൾ റിസർവ് ബാങ്ക് പറയുന്നു ഞങ്ങൾ അനുവാദം കൊടുത്താൽ ഞങ്ങൾക്ക് നിയമപ്രകാരമുള്ള റിട്ടേൺസ് തരുന്നുണ്ട്, ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചെന്ന് എല്ലാ മാസവും തരുന്നു. പിന്നെ എന്തോന്ന് അന്വേഷണം നടത്തണേ? ഇതാ ഞാൻ കോടതി ചോദിച്ചത്, എന്താ എന്നെ കുറിച്ച് അന്വേഷിക്കുന്നത്? എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള ആരോപണത്തിലാണ് നിങ്ങൾ അന്വേഷണം നടത്തുന്നത്? അങ്ങനെ ഒന്നുമില്ലാതെ ഒരു പൗരനെ കുറിച്ചിട്ട് വെറുതെ ഞങ്ങൾ അന്വേഷിക്കാൻ പോയെന്ന് പറയാൻ ഒരാൾക്കും അധികാരമില്ല. എനിക്ക് എൻ്റെ മൗലികാവകാശമുണ്ട്. ഇത് കോടതി അംഗീകരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അവർ വേറെ വല്ലതും കണ്ടുപിടിക്കണം. ഇനി മണി ലോണ്ടറിങ് കുറച്ചും കൂടി കടുപ്പുള്ള വകുപ്പാണ്. അതിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അവർ ഫെമയെ പിടിച്ചത് കൊണ്ടാണ് വിലപ്പോകുന്നത്. മറ്റതാണെങ്കിൽ നമ്മളോട് പറയേണ്ട ആവശ്യമില്ല, എന്തിനാ വിളിക്കണമെന്ന്. അതുമൊക്കെ ചോദ്യം ചെയ്യപ്പെടണം കോടതിയിൽ. അങ്ങനെയൊന്നും ഒരു ഭരണകൂടത്തിനും അധികാരം കൊടുക്കേണ്ട കാര്യം. ഇവരും വല്ല കള്ളപ്പണക്കാരെ പോയി പിടിക്കട്ടെ എന്ന് നമ്മുടെയൊക്കെ പുറകെ നടക്കാതെ. എനിക്ക് കേട്ടോ, ഒരു 16 ലക്ഷം കോടി രൂപ ബാങ്കുകളിൽ നിന്ന് കിട്ടാക്കടവും, അതിൽ 5 ലക്ഷം കോടി രൂപ വിൽഫുൾ ഡിഫോൾട്ടേഴ്സിൻ്റെതാണ്. വെച്ചാൽ
വെട്ടിക്കാൻ വേണ്ടി വായ്പ എടുത്തവരാണ്. മനഃപൂർവ്വ വായ്പ. അത് വിജയ് മല്യ മുതൽ ഇങ്ങനെ ഒത്തിരി എണ്ണമുണ്ട്. ഒരെണ്ണത്തിനെ പിടിച്ച് അന്വേഷിച്ചത് അവരൊക്കെ സുഖിച്ചു കണക്കിൽ വിദേശ രാജ്യങ്ങളിൽ. വിജയ് മല്യ ഇപ്പോൾ കേസ് അവിടുത്തെ കോടതി കൊടുത്തിട്ട് അവർ പറഞ്ഞിരിക്കുക 50 ദിവസം കൂടുമ്പോൾ 50 ലക്ഷം രൂപ ഇയാളുടെ ചെലവിന് കൊടുക്കണമെന്ന്, ഇയാളുടെ സ്വത്തിൽ നിന്ന്. ഇതിവിടെ പിടിച്ചു വെച്ചിട്ടുള്ള വെപ്പ്. ഇതാണ് ഇന്ത്യ. വെറുതെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചും കുതിര കയറാൻ വരെയാണ്. കള്ളപ്പണക്കാരൊക്കെ അവർ പിടിക്കട്ടെ. സാർ ഈ പറഞ്ഞതിൽ ഇപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൽ സാർ പറഞ്ഞ മറ്റ് കള്ളപ്പണക്കാരെ പിടിക്കുന്നില്ല, 16 ലക്ഷം കോടി, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സാറിൻ്റെ കേസിൽ കിഫ്ബി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം അത് സാർ ഉണ്ടാക്കിയപ്പോൾ തന്നെ സത്യത്തിൽ ഒരു 3% മാത്രമേ കേരളത്തിനൊരു കടമെടുപ്പ് പരിധിയുള്ളൂ. അത് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് പുറത്തു പോയി അങ്ങനെ ഫണ്ട് ശേഖരിക്കാനുള്ള അനുമതി കിട്ടില്ല. അപ്പോൾ സാർ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സംവിധാനം ഉണ്ടാക്കിയതെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ചെയ്യണ്ടേ? നമ്മുടെ നാട് വികസിക്കാനായിട്ട് പണം പണിയും പണം കണ്ടെത്താനാ മന്ത്രിപ്പണി നടത്തുന്നത്, അല്ലാതെ അക്കൗണ്ടൻ്റായിട്ടിരിക്കാന്നല്ല. അത് ഒരു കണക്കപ്പിള്ള വെച്ചാൽ പോരെ. നമ്മുടെ നാടിന് നിങ്ങൾ പറ, നമ്മുടെ ഇപ്പം പണിതുകൊണ്ടിരിക്കുന്ന റോഡ്, പാലങ്ങൾ, വ്യവസായ പാർക്കുകൾ, ഫോണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലൈൻ, ഇതൊക്കെ ഒരു 25 വർഷം കൊണ്ട് വിടതാൽ മതിയോ? ഇന്ന് വേണമെന്ന് 25 വർഷം നിങ്ങൾ ഞാനുണ്ടാവും ആർക്കറിയാം. ഇന്ന് വേണം ഈ കാര്യം. 25 വർഷം കൊണ്ട് പണം കൊടുത്താൽ മതി, ഇന്ന് വേണം. അപ്പോൾ സർക്കാരിന് വായ്പ എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിൽ? UDF സർക്കാർ ഉണ്ടായപ്പോഴും UDF സർക്കാരും ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് വലിയ റോഡുകളൊക്കെ എടുത്തു. അതെങ്ങനെ പണം കണ്ടിരുന്നറിയോ? ടെൻഡർ വിളിക്കും, അപ്പം തന്നെ പറയും പൈസ 25 വർഷം കൊണ്ട് തരും. വാക്കാനം വരെയുള്ള പലിശയും കൂടി ചേർത്ത് ടെൻഡർ വിളിച്ചോണം. നിങ്ങൾ വായ്പ എടുത്ത് പണം വേണം, സർക്കാർ വായ്പ എടുത്ത് തരുന്നില്ല. ഇതാണ് ആനുവിറ്റി പ്രോഗ്രാം. അങ്ങനെയാണ് തിരുവനന്തപുരം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, അങ്ങനെയാണ് കോഴിക്കോട് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. നമ്മുടെ ഈ ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇല്ല, അത് അറിയാത്ത മലയാളിയില്ലല്ലോ, അത് അങ്ങനെ കൊടുത്തിരിക്കുന്ന. അവിടെ 2016 ഞാനൊരു കാര്യം പരിശോധിച്ചു. ഇതിന്റെ പലിശ എത്ര വരും? പലിശയും കൂടി ചേർത്ത വിലക്കാണല്ലോ ടെൻഡർ വിളിക്കുന്നേ. ഇപ്പൊ പലിശ കൊടുത്തു നോക്കിയപ്പോഴുണ്ടല്ലോ 12% മുതൽ 20% വരെയാണ് പലിശ കണക്കാക്കിയിട്ടുള്ളത്. ഇംപ്ലിസിറ്റ്. ടെൻഡർ വിളിക്കുമ്പോൾ മത്സരിച്ച് വിളിച്ച് താഴ്ന്ന പലിശക്ക് എടുക്കണം. പക്ഷേ 100, 200, 1000 കോടി വായ്പ എടുക്കാനും കേപ്പബിലിറ്റി ഉള്ള കഴിവുള്ള കോൺട്രാക്ടർമാർ ഈ കേരളത്തിൽ വളരെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് ഉമ്മാർ ഒത്തു വിളിക്കും, ആൾ വരുന്നില്ല, 2 പേരുണ്ടാവും അല്ലെങ്കിൽ ഒരാളുണ്ടാവുള്ളൂ, അയാൾ വിളിക്കുന്നത് അംഗീകരിച്ചു കൊടുക്കും. അപ്പം നമ്മൾ ചെയ്ത പണിയാണ്. എന്തിനാ കോൺട്രാക്ടർ വായ്പ എടുക്കണേ? വായ്പ എടുക്കാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കാം. മിടുക്കന്മാർ അവർ കൃത്യമായിട്ട് കണക്കൊക്കെ നോക്കി വിശ്വാസ്യത നേടി അവർ വായ്പ എടുക്കും, കോൺട്രാക്ടർക്ക് കൊടുക്കും, പണി ചെയ്യിച്ചു കൊടുക്കും. സർക്കാരല്ലേ ഈ സ്ഥാപനം. നേരത്തെ ആനുവിറ്റി പ്രോഗ്രാം പ്രകാരം ഇവർക്ക് നമ്മൾ സർക്കാർ ആനുവിറ്റി ആയിട്ട് പണം കൊടുക്കും. നേരത്തെ ഉള്ള ആനുവിറ്റി പ്രോഗ്രാം UDFന്റെ കാലത്ത് നടപ്പാക്കിയപ്പോൾ കായ്പായിട്ട് കണക്കാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇപ്പൊ വേണമെന്ന് തോന്നിയത് ഇങ്ങനെയാ. ഈ നാടിന്റെ വികസനത്തെ ചെയ്യുന്നൊരു ഏർപ്പാട് നമ്മുടെ കേരളത്തിന്റെ ആവശ്യമല്ലേ? അങ്ങനെയല്ല അവർ കാണണേ. ഇങ്ങനെയൊക്കെ അവിടെ നന്നായിട്ടുണ്ടെങ്കിൽ ഇനി 3-ാം തവണ ജയിച്ചാലോ? അപ്പൊ അത് വെച്ചിട്ട് ഇപ്പോഴേ അങ്ങ് തടയാന്നുള്ളതാണ്. അപ്പോഴാണ് കേന്ദ്രത്തിലും ഇങ്ങനെ പ്രശ്നമുണ്ട്. അവർക്ക് ഈ കേരളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലവേദനയാണ്. ഒരു സീറ്റ് കിട്ടാത്ത സ്ഥലമാണ് ഈ കേരളം. അത് ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ ഗുണം കൊണ്ട് മാത്രമല്ല, UDFും കേരളീയർ ഇതിനോടൊപ്പം യോജിപ്പില്ല. BJPക്ക് ന്യൂനപക്ഷം വോട്ട് ചെയ്യാഞ്ഞിട്ടല്ല, ഹിന്ദുക്കളിൽ ന്യൂനപക്ഷമാണ്. LDF ആണ് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത്. അത് കഴിഞ്ഞ് UDF, അത് കഴിഞ്ഞേ BJP വരത്തുള്ളൂ. അപ്പോൾ അവർക്കിത് വലിയ കലിയാണ്. അപ്പോൾ കേരളം ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നന്നാവുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർ CAG വിട്ട് ആദ്യം എഴുതിച്ചതാണ്. എന്നിട്ട് പത്രത്തിൽ ലീക്ക് ചെയ്ത് വലിയ പ്രശ്നമാക്കിയാണ്. അപ്പോൾ സതീശൻ ഇപ്പോൾ പറയണത് ഇപ്പം ഞാനാണ് ആദ്യം ഇത് പറഞ്ഞതെന്നാണ്. അങ്ങനെയാണ് ഇപ്പോൾ കാര്യം. CAGക്ക് ഇദ്ദേഹമാണ്
ഉപദേശം കൊടുത്തിരുന്ന ഹോട്ടലവറാണ്. എന്തൊക്കെയാണ് പറയണത്, നാടിന് വല്ലതും നടക്കുന്നത് തടയാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ CAG അന്വേഷിച്ചു വന്നു. ഈ CAG തന്നെ 2019-20 കേന്ദ്രം ഇങ്ങനെ വായ്പ എടുത്തതിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ കേന്ദ്രം ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയും, കണക്കിപ്പെടുത്തത്തില്ല. CAG പറഞ്ഞത്, കേന്ദ്രം പറഞ്ഞത് 2.5 ലക്ഷം 3 ലക്ഷം കോടി രൂപ ഇങ്ങനെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എടുത്തിട്ടുണ്ടെന്നാണ്. അതല്ല, വേറെ 2.5 ലക്ഷം കൂടി നിങ്ങൾ എടുത്തിട്ടുണ്ട്. FCI വായ്പ എടുത്ത് കണക്കാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നീണ്ടു. അപ്പം കേരളം എടുത്ത് അവരും എടുത്ത്. കേരളം നക്കാപ്പിച്ച ഇത്രയും വെള്ളമേ ഉള്ളൂ. അവരെടുത്തത് 5 ലക്ഷം കോടിയുടെ അതിന് മുകളിലുള്ളതാണ്. കേരളത്തിൻ്റെ കടത്തിൽപ്പെടുത്തണം CAG. നിങ്ങൾ നിയമത്തെ ചുറ്റി പിടിക്കണേ. കേന്ദ്രത്തിൻ്റെതോ ഇതെങ്ങനെയാണെന്ന് ഇരട്ടത്തെ പരിപാടി. എന്നാൽ പിന്നെ CAG പറയും അവിടെ ഇവിടെ ഒരുപോലെ. ഒന്നാമത്തെ ചോദ്യം അതാണ്, എന്ത് കേരളത്തിന് വേണം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയാം? ശരി, കേന്ദ്രം പറയണം നിങ്ങൾ സംസ്ഥാനം, ഞങ്ങൾ കേന്ദ്രം, ഞങ്ങളാണ് നിയമം ഉണ്ടാക്കുന്നവർ, ഞങ്ങൾ നിയമം മാറ്റി. ഇനി സംസ്ഥാനം കേന്ദ്രത്തിന് വായ്പ എടുക്കാം, സംസ്ഥാനം ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനം വഴി വായ്പ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിടിക്കും. ശരി, അവരുണ്ടാക്കി. എങ്ങനെ മുൻകാല പ്രാബല്യം കൊടുക്കാം? ഇപ്പോഴല്ലേ കേന്ദ്ര സർക്കാർ CAG പറഞ്ഞ കേന്ദ്രത്തിന് നിയമമൊന്നുമല്ല. CAG പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ പറയണമെന്നറിയാമോ? നിയമസഭയെ കൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാനാണ്. അതിന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചർച്ച ചെയ്യണം. അല്ലാതെ CAG പറഞ്ഞാൽ ഇന്ത്യയുടെ നിയമമൊന്നും ആവില്ല. ഇവര് എങ്ങനെ മുൻകാല പ്രാബല്യം കൊടുത്തു? കിഫ്ബി ഉണ്ടായ കാലം മുതലെടുത്ത വായ്പ ഇനി ഞങ്ങൾ പിടിക്കും എന്നാ പറയുന്നത്. നടക്കണ കാര്യമാണ് ഇപ്പറയാണ്. മൂന്നാമത്തത്, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ സംസ്ഥാനം 3% പാടില്ലെന്ന്. ഈ മഹത്തായ കേന്ദ്രം ഈ നിയമം ഉണ്ടായതിനു ശേഷം ഒരു വർഷം ഒരു 4% താഴ്ന്ന് വായ്പ എടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ശരാശരി വായ്പ പറഞ്ഞിട്ടും 4.5% നിയമവിരുദ്ധമായിട്ട്. കേന്ദ്രം ഇത്രയും നാൾ 4.5% വെച്ചെടുത്തോണ്ട് ഈ വർഷം വായ്പ പാടില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ട്? അപ്പൊ ഇതുണ്ടല്ലോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഉന്നം വെച്ച് നീങ്ങുന്നത്. അല്ല, സാർ പറഞ്ഞതിൽ ആകെ ഒരു സംശയമുള്ളത്, ഇപ്പം ഈ കിഫ്ബിയുടെ നേരത്തെ മുതൽ പിടിച്ചു, അത് മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് എന്ന് സാർ പറഞ്ഞു. പക്ഷെ അത് മുൻകാല പ്രാബല്യത്തോടു കൂടി അല്ലാന്നാണ് ഗവൺമെൻറ് ഇപ്പോഴും പറയുന്നത്. ഗവൺമെൻറ് പറഞ്ഞല്ല, സാർ മറുപടിയാ കേൾക്കാം. ഗവൺമെൻറ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇത് വായ്പ എടുക്കാൻ, അതായത് സ്റ്റേറ്റിന് പുറത്തുനിന്നൊരു വായ്പ എടുക്കാൻ കഴിയില്ല, ഒന്ന്. രണ്ടാമത് 3% അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഇതിനെ രണ്ടിനെയും വളരെ ബോധപൂർവം മറികടക്കാൻ വേണ്ടി വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു? കിഫ്ബി എന്ന് പറയുന്നത് ഒരു പ്ലോട്ട് ചെയ്യുന്നതാണ്. അല്ല, അതിൽ ഒരു കാര്യം, ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് സാറിൻ്റെ ഇൻറ്റൻഷൻ ഒന്നും ഞങ്ങൾ തെറ്റു പറയുന്നില്ല. കാരണം സാർ പറഞ്ഞ ചോദ്യം വളരെ കറക്റ്റാണ്. 25-50 കൊല്ലം കഴിഞ്ഞ് കേരളത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വികസിച്ച മതിയോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ എങ്കിലും അത്തരത്തിലുള്ള ടെക്നിക്കൽ റീസൺ പറഞ്ഞാണ് അവർ സാറിൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ സാറിന് എന്ത് ചെയ്യുന്നത്? ഇതേ നിയമത്തിൽ പല പഴുതകളുണ്ടാവും. അത് ഉപയോഗപ്പെടുത്തുന്ന നിയമവിരുദ്ധമല്ല. അയ്യോ, നിങ്ങൾ ഈ ടാക്സ് പ്രാക്ടീഷണേഴ്സിനൊക്കെ ഹയർ ചെയ്യണം എന്തിനാ മുതലാളിമാര്? ഇത് നോക്കിയിട്ട് എങ്ങനെ ടാക്സ് കൊടുക്കാതിരിക്കാൻ പറ്റുന്നത്? അപ്പൊ കേരളത്തിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല പണിയും ചെയ്യും. അങ്ങനെ UDF ചെയ്ത പണിയാണ് എന്ത്? ആന്വിറ്റി പ്രോഗ്രാം. ഇത് അതിൻ്റെ ഒരു വകഭേദം മാത്രമാണ്. അതാണ് ഇനി എൻ്റെ നിലപാട് ഇതാണ്. ഇനി പാടില്ല, കേന്ദ്രത്തിനും പാടില്ല. അവരെങ്ങനെ 3% കഴിഞ്ഞെടുക്കുന്നത്? ഞങ്ങൾ 3% തിന്നോളാം. ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അല്ലേ കേന്ദ്രം ചെയ്യുന്നുണ്ടല്ലോ. ഇന്നേ വരെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എടുത്തിട്ടുള്ള ഏതെങ്കിലും സംസ്ഥാനത്തെ പിടിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ. ഇപ്പോഴും എല്ലാ സംസ്ഥാനത്തിനും ബാധകമാണെന്ന് പറയുന്നു കേരളത്തെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പ്രശ്നം രാഷ്ട്രീയമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയാം, കേരളത്തിൽ വരാൻ പോണ ഇലക്ഷനിൽ ക്യാമ്പയിൻ ചെയ്യാൻ പോണത് ഞാൻ അവിടെ ചെന്നാലും പ്രസംഗിക്കാൻ പോകും. ഈ പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിൽ നടക്കണം. ഈ BJP പച്ചവട അത് നോക്കണം. ഇനി കോൺഗ്രസ്സുകാർ BJP പറയണത് തന്നെ പറയണം ഈ കാര്യത്തെക്കുറിച്ചൊക്കെ. അപ്പം അതുകൊണ്ട് അവരും ജയിക്കരുത്, LDF ജയിപ്പിക്കണം. ഇതാ നമ്മൾ പറയാം. സാർ, ഈ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്ത ആ സമയം തൊട്ട് തന്നെ ഇവിടെയുള്ള പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ BJP ഒക്കെ വളരെ അതിശക്തമായി മസാല ബോണ്ടിനെ എതിർത്തുകൊണ്ടിരുന്നു.
യഥാർത്ഥത്തിൽ ഈ പരിധിയെ മറികടക്കാൻ വേണ്ടി കണ്ടെത്തിയ മറ്റൊരു സൂത്രമാണ് ഈ മസാല കൊണ്ടുവന്നതെന്ന് അവരുടെ ആരോപണം. സെയിം നിയമവിധേയമായിട്ട് ഓഫ് ബഡ്ജറ്റ് ബോറിംഗ് നിയമവിരുദ്ധമല്ല. അത് ഇത്രയും നാള് ഇന്ത്യ സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഉപയോഗപ്പെടുത്തി വന്ന കാര്യമാണ്. ചില സംസ്ഥാന സർക്കാരുകൾ വേണ്ട, അവരുടെ നയം അതാണെന്ന് ഞാൻ ഉദാഹരണത്തിന് പറയാം. ഇന്ത്യ സർക്കാർ കോവിഡ് വന്നപ്പോൾ പറഞ്ഞു 5% വരെ വായ്പ എടുക്കാം. നമ്മൾ 5% വായ്പ എടുത്ത് നാട്ടിലെല്ലാവർക്കും പെൻഷൻ 1600 ആക്കി കൊടുത്ത് പാവപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന്. ഈ കോവിഡ് കാലമല്ലേ, കിറ്റ് കൊടുത്തു, സഹായം കൊടുത്ത് കിട്ടാമെന്ന് ചെയ്തു മുഴുവൻ. ഇന്ത്യയിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ എടുത്തില്ലല്ലോ 5% വായ്പ. എടുത്തില്ലെന്ന് മാത്രമല്ല, എടുത്ത പണം ഉണ്ടല്ല ചെലവാക്കിയില്ല. നിയമം പറയണത് വായ്പ എടുത്ത പണം റവന്യൂ ചെലവിന് ഉപയോഗിക്കാൻ പാടില്ല, ഈ ക്ഷേമ പ്രവർത്തനത്തിലല്ല. അതുകൊണ്ട് എന്തുണ്ടായെന്നറിയാമോ? 7-8% പലിശക്ക വായ്പ എടുക്കണേ, 7% പലിശക്ക വായ്പ എടുക്കണേ. എത്ര? 1.5 ലക്ഷം കോടി ചെലവാക്കാതെ അത് ട്രഷറിയിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നു ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരുകൾ. എന്നിട്ട് അപ്പോൾ റിസർവ് ബാങ്ക് 3-ാം ദിവസം ഇങ്ങനെ ഇരിക്കുന്ന പണം എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ് സെക്യൂരിറ്റികൾ നിക്ഷേപിക്കും. സംസ്ഥാന സർക്കാരുകൾക്ക് എതിർപ്പില്ല, കാരണം ഒരു 3% പലിശക്ക് കിട്ടും. അപ്പം 7% വായ്പ എടുത്ത് കേന്ദ്രത്തിന് 3% പലിശ കൊടുക്കുന്ന കക്ഷികളാണ്. അപ്പോൾ അവർക്ക് അങ്ങനെയാണെങ്കിൽ അവർക്ക് അങ്ങനെ. കേരളത്തിന് അങ്ങനെയല്ല. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് നമ്മളൊരു 100 വർഷം മുമ്പ് മഹാരാജാവിൻ്റെ കാലത്ത് നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസം ആരോഗ്യം വേണ്ട, സമരം ചെയ്തു, നമ്മുടെ വഴിക്ക് പോയി. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആരും വന്നില്ലല്ലോ. അത് ചെയ്തുകൊണ്ട് നമ്മളും നിങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയണം സ്റ്റൈലായിട്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസം നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. അതങ്ങനെ ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് വേറെ വേണ്ടത് റോഡും പാലും ഒക്കെയാണ്. അപ്പം അതിന് രൂപ ഉണ്ടാക്കണം. ക്ഷീണോ ഇതിങ്ങനെ കണക്കപ്പുള്ളിട്ടിരുന്നിട്ട് അത് ഇത്രയും വരവുണ്ട്, ഇത്രയും ചിലവുണ്ട്, ബാക്കി ഇത്രയുണ്ട്, അതുകൊണ്ട് ഇത്രയും റോഡ് പണിയാം എന്ന് പറഞ്ഞിരിക്കലല്ല. നാടിൻ്റെ വികസനത്തിന് ആവശ്യമുള്ള എന്തുണ്ടോ അത് ചെയ്യാം. ഇതിലൊരു ഏറ്റവും ചെറിയൊരു പരാതി എന്ന് പറയുന്നത് തിരിച്ചു കിട്ടാത്ത രീതിയിൽ, അതായത് വരുമാനം വരാത്ത രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങൾക്കാണ് ഈ പൈസ കിഫ്ബിയുടെ ഫണ്ടുകൾ ഉപയോഗിക്കുന്നതെന്നുള്ളതാണ്. അപ്പം അതിനെങ്ങനെ മറികടക്കുന്നത്? കേരളത്തിലെ ട്രെയിനായാലും ബസ്സായാലും കാറായാലും കേരളത്തിന് പുറത്ത് ഓടുന്നതിൻ്റെ പാതി സ്പീഡിൽ ഓടും. അത് റെയിൽ നമ്മളൊക്കെ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. വന്ദേ ഭാരത് വന്നിട്ടുണ്ട്, മറ്റേ വണ്ടിയുടെ ജനശാബ്ദിയുടെ സ്പീഡിലേ ഓടണുള്ളൂ കേട്ടോ. അത്രയും ഓടാൻ പറ്റുള്ളൂ. ഈ ട്രാക്കിൽ കൂടി റോഡും അതുപോലെ തന്നെയാണ്. ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാവണ പണി ചെയ്യാനും പറ്റത്തില്ല. ടോള് വെക്കാൻ ദേശീയപാതയിലെ പോലെ. പക്ഷേ നമ്മുടെ സംസ്ഥാന പാതകൾ, മേജർ ഡിസ്ട്രിക്ട് റോഡ്സ്, അതിൻ്റെയൊക്കെ 2 സൈഡിലും റിബൺ പോലെ കെട്ടിടങ്ങൾ നിൽക്കുന്നുണ്ടാവും. ടോള് വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡ് വേണം, അല്ല ടോള് വെക്കാൻ പറ്റത്തില്ല റോഡിന്. ഈ ഇത്രയും കെട്ടിടം പിടിച്ചു പൊളിക്കാനാ കേരളത്തിൽ. അപ്പൊ കേരളത്തിൽ ഇത് വരുമാനം കിട്ടണ പണിയായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനർത്ഥം കേരളത്തിന് വരുമാനം കൂടില്ലെന്നാണോ? സർക്കാരിന് നേരിട്ട് കിട്ടില്ല, പക്ഷേ ഇൻഡയറക്റ്റ് നാട്ടിൽ വികസനം ഉണ്ടാവുകയെ. ഈ കേരളം എന്ന് പറയുന്ന ഒരു സിറ്റി ആയിട്ട് എടുത്താൽ മതി കേട്ടോ. നല്ല സുന്ദരമായ സിറ്റി. നമുക്ക് സിറ്റി കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റുന്നു. അപ്പം അതുപോലെ സിലിക്കൺ വാലി പോലെ കേരളം മുഴുവനും വരണമെന്നുണ്ടെങ്കിലല്ല, ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ നന്നായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ ഒരു ഫാക്ടറി തുടങ്ങാനായിട്ട് വരണ ഒരാൾക്ക് ഇവിടെ പോയിട്ടാണ് തുടങ്ങണേ? നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ്. ഇതൊക്കെ 70കളുടെ കാലത്തുള്ള കാര്യങ്ങൾ ഇവിടെ കിടക്കണേ. IT കുറച്ച് നല്ല പാർക്കുകളുണ്ട്. ഇതുപോലെ വേണം. സ്വകാര്യ മേഖല ആയിക്കോട്ടെ ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, പാർക്ക് ഉണ്ടാക്കി വെച്ചാൽ മാത്രം ഒരാൾ വന്നാൽ ഓർഡറും പിടിച്ചിട്ടാണ് വന്നത്. ആ ഓർഡർ വെച്ചിങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞാൽ പോവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നാൽ റെഡിയായിട്ടാണ് കെട്ടിടവും പണിത് വെക്കണം. ഞങ്ങൾ വന്നങ്ങ് തുടങ്ങിയെന്ന് പറയാൻ പറ്റണം. അപ്പോൾ വ്യവസായ പാർക്ക് വേണം. വന്നു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം അത്രയും കൂടും, ഈ ദേശീയ വരുമാനം കൂടും, അപ്പോൾ സർക്കാർ നികുതി കൂടും. ആണ് 1. 2, ഈ നിയമം ഉണ്ടാക്കിയപ്പോൾ UDF അടക്കം അംഗീകരിച്ചു മോട്ടോർ വാഹന നികുതിയുടെ പകുതി ആനുവിറ്റിയായി കൊടുക്കും. അത് കൊടുത്താൽ മതി.
അത് കൊടുത്തേച്ചാൽ മതി കിഫ്ബിക്ക്. അതിനുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പണി അവർ ചെയ്യാൻ പാടും. അതിന് കിഫ്ബിക്കുള്ളിൽ ഒരു വിദ്യയുണ്ട്. എന്താ, ഏത് പ്രൊജക്റ്റ് എടുക്കുമ്പോഴും ഈ പ്രൊജക്റ്റ് വന്നപ്പോൾ അതിൻ്റെ പേയ്മെൻ്റൊക്കെ ഏത് കാലത്താണെന്ന് കൃത്യമായിട്ട് പറയും. അപ്പോൾ ഓരോ വർഷവും വരുന്ന പേയ്മെൻറ്റുകൾ, അടുത്ത വായ്പയുടെ തിരിച്ചടക്കം കാണാം. സർക്കാരിൽ നിന്ന് കിട്ടുന്ന വരുമാനം, വായ്പ തുടങ്ങിയ വേറൊന്നാണ്. ഈ അസറ്റ് ഉണ്ടല്ലോ, വരുമാനത്തേക്കാൾ താഴെ ഇരിക്കണം അതിൻ്റെ ചിലവ്, എങ്കിലേ ആ പ്രൊജക്റ്റ് എടുക്കത്തുള്ളൂ. ഒരു പ്രൊജക്റ്റ് എടുത്താൽ ചിലവിൻ്റെ രേഖ മോളിപ്പോന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ ബോർഡ് സമ്മതിക്കില്ല. ഇനി ഡയറക്ടർമാർ, നമ്മുടെ മന്ത്രിമാരെല്ലാം വല്ല സമ്മർദ്ദം ചെലുത്തി ശരി എന്നാൽ അതും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലുണ്ടല്ലോ നമ്മുടെ വിനോദ് റായ് സാറായിരിക്കണേ, CNDG, ഇപ്പോഴത്തെ CNDG അല്ലേ പറയണേ, അയാൾക്ക് അദ്ദേഹം മൂത്ത CNDG ആണ്, അദ്ദേഹമാണ് നിൽക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണർ, നമ്മുടെ സെബിയുടെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ, അവരാണ് ഇരിക്കുന്നത്, റിട്ടയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വിടുവോ? അവർ സർട്ടിഫൈ ചെയ്ത് നിയമപ്രകാരം ചെയ്തിട്ടുള്ളതെന്ന് വർഷത്തിൽ 2 പ്രാവശ്യം നിയമസഭ കൊടുക്കണം. നല്ല പോക്കനങ്കട് കാണിച്ചിട്ട് അവർ സമ്മതിക്കുമോ? അപ്പോൾ ഇതിലൊരു കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ നാട് നന്നാക്കാൻ പറ്റും. അല്ല, ഇപ്പം സാർ പറഞ്ഞ കാര്യത്തിൽ നിന്ന് കിഫ്ബി എങ്ങനെ പണം ചെലവഴിക്കുന്നു, അതിലേക്ക് എങ്ങനെ വരുമാനം കിട്ടുന്നു എന്നുള്ളത് ക്ലിയർ ആണ്. പക്ഷേ ഇതിൽ ഇൻഡയറക്ട്ലി സംഭവിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കൂടി സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ റോഡും ഇൻഫ്രാസ്ട്രക്ചറുകളും ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏതൊരു നാട്ടിലും വരാവുന്ന ഒരുപാട് വികസനങ്ങളുണ്ട്. കുറേ കൂടി വലിയ ഫാക്ടറികൾ വരും, IT പാർക്കുകൾ വരും, പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങും. പക്ഷേ ഇതിനൊക്കെയുള്ള കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ ഒരു ഇക്കണോമിക് ഐഡിയ വയബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ കൾച്ചറലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം തൊഴിലാളികളുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ പലപ്പോഴും പണമുള്ളവർ അത്ര ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് പറയുന്ന നിലപാടുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടി മാറ്റിയാലല്ലേ സാർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ട് അത്രയും ഓവറോൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. അതിൽ സാർ സാറ്റിസ്ഫൈഡ് ആണോ? അങ്ങനെ ഇത് രണ്ടെല്ലാം ഒരുമിച്ച് പോകണം. അതെ, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് ഞാൻ സംശയമില്ല കാര്യത്തിൽ. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും ഈ നിയമങ്ങൾ മാറ്റാനും ഒക്കെ ഉള്ള വർത്തമാനം പറച്ചിൽ ഈ സർക്കാർ വന്നിട്ടല്ലേ തുടങ്ങിയ കേരളത്തിൽ. നമ്മളിപ്പോൾ ഏറ്റവും താഴത്തായിരുന്നു, അവിടെ നിന്ന് ഇപ്പം നടുക്കോട്ട് വന്നിട്ടുണ്ട്, ഏറ്റവും മുകളിലായിട്ടില്ല. ആക്കാനുള്ള പരിശ്രമം ചെയ്യണേ, അതിനെന്ത് വേണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ തൊഴിലാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ ഓർമ്മയുണ്ട് മനുഷ്യന്മാർക്ക്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യ രാജ്യത്ത് 250 രൂപക്കാണ് കേട്ടോ കർഷക തൊഴിലാളി ഇപ്പോൾ ഗുജറാത്തിൽ ജോലി ചെയ്യണം. നമ്മുടെ ഇവിടെ 800 രൂപക്കാണ്. ഇത് മനുഷ്യന്മാർക്ക് ഇത് വരുമാനം കിട്ടുന്നതുകൊണ്ട് ചൂട് നല്ല രീതിയിൽ ജീവിച്ചു പോകണം. അപ്പോൾ ഇത് 800 ആക്കാൻ വേണ്ടി സംഘടിപ്പിച്ചപ്പോൾ വലിയ എതിർപ്പായിരുന്നു. ആരടാ നീ എഴുന്നേറ്റ് നിൽക്കാൻ, അങ്ങനെയല്ലേ ഇതുവരെ ഒച്ചാനിച്ചിടുന്ന നീയൊക്കെ നിന്ന് ചോദിക്കണം നമ്മളോട് എന്നുള്ള മട്ടിൽ വന്ന് അടിക്കുമ്പോൾ തിരിച്ചടിക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ കുട്ടനാട് കർഷക തൊഴിലാളി ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ VSന്റെ അടുത്ത് ഒരാൾ കരഞ്ഞുകൊണ്ട് വന്നു എന്നെ തല്ലിയ പോയി തിരിച്ചു തല്ലടാ. ഞാനും പറയാം നീ പോയി തല്ലകള്, പിന്നെ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. അപ്പൊ അങ്ങനെ 1 കിട്ടിയ 2 കൊടുത്ത് അങ്ങോട്ട് വളർന്നാണ്. ഇപ്പൊ കാലം മാറി, ഏറ്റവും നല്ല കൂലിയല്ലേ. അപ്പൊ ഇതിന് ഇടയ്ക്കെടുത്ത പഴയ ചില ചുരുക്കുകളൊക്കെ ഇപ്പോഴും തുടരും. കാലം മാറിയെങ്കിൽ അത് മാറ്റണം. വളരെ മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുൻപേ പറയാം, ഒരു 70കളുടെ മധ്യം വരെ, 70 തീരുന്ന വരെ ഇന്ത്യ രാജ്യത്തുണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ പണിമുടക്കുകൾ, പേഴ്സൻറ്റേജ് ലോസ്റ്റ്, പണിമുടക്കുകൾ നഷ്ടപ്പെട്ട ദിനങ്ങൾ, ഇതൊക്കെ കേരളത്തിൽ ദേശീയ ശരാശരിയേക്കാൾ വളരെ ഉയർന്നതായിരുന്നു. അത് കുറഞ്ഞ് 70കളുടെ അവസാനം ഇപ്പോൾ ദേശീയ ശരാശരിയേക്കാൾ താഴെയായി. ഇപ്പോൾ വളരെ താഴത്താ. വേറെ അവിടെ ഇവിടെയൊക്കെയാണ് മാനേജറെ അടിച്ചു ഓടിക്കുന്നത്, തീയിട്ട് കൊല്ലുന്നു, ഈ പണിയൊക്കെ ചെയ്യുന്നത് ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പല സംസ്ഥാനത്താണ്. കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല വ്യവസ്ഥാപിതമായിട്ട്. പക്ഷേ രണ്ടുണ്ട്. ഒന്ന്, പുറത്തുള്ള പലരും അന്നുള്ള മനസ്സിൽ കിടക്കുന്നത് അന്നത്തെ കാലമാണ്. 2, കേരളത്തിന് പുറത്തു പോയി നന്നായിട്ട് പണിയെടുക്കുക. ഇവിടെ ആണെങ്കിലും നമ്മൾ പഴയ പോലെയൊക്കെ തന്നെ നടക്കാം. അപ്പം ഇതൊക്കെ മാറ്റണം.
ഇതൊക്കെ മാറ്റണം. രണ്ടാമത്തെ എന്താ പ്രശ്നം വെച്ചാൽ ഇനിയിപ്പോൾ വരാൻ പോണ തൊഴിലും പഴയ തൊഴിലല്ല. ഈ പറയുന്ന കക്ഷികളുടെയൊക്കെ മക്കൾക്ക് ആ പണിയൊന്നും ചെയ്യാൻ താല്പര്യമില്ല. അവർക്ക് നല്ല ഉദ്യോഗമുള്ള നല്ല വരുമാനമുള്ള ഉദ്യോഗങ്ങൾ കിട്ടുന്നു. അതിനാണ് സർക്കാർ അത്തരത്തിലുള്ള തൊഴിലുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം. ബയോടെക്നോളജി, നാനോ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഉള്ള വ്യവസായങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഓടുന്നു. IT വ്യവസായം അതിന് നമ്മൾ നീങ്ങണം. പക്ഷേ നമ്മുടെ അപ്പൊ ഈ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞിരിക്കല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ നോളജ് എക്കോണമിയിലേക്ക് ഇതിലേക്ക് പോകണം. നമ്മൾ നയം മാറണം. ഇതിൽ ഈ സാധനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറുകൾ തീരുമ്പോഴേക്കും നമുക്കതിനുള്ള അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. സാറേ, കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി നമ്മൾ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതിയിട്ടാണ്. ഇത്രയും കാലമായിട്ടും അതിൽ യാതൊരു തീരുമാനവും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. വളരെ ചെറിയ ചെറിയ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായെങ്കിൽ പോലും നമ്മൾ കേരളം പ്രതീക്ഷ തരത്തിലുള്ള ഒരു അത് വലിയ കഷ്ടമാണ്. അതെന്തുകൊണ്ടാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പോലുള്ള നടക്കാത്തത്? നമ്മുടെ എർബൻ ഗവർണൻസ് സിസ്റ്റത്തിൽ മാറ്റം വരുന്നു, അടിമുടി മാറ്റം വരുന്നു. അപ്പോൾ അത് ചർച്ച ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതി ഈ പണം ഉണ്ടായിട്ടും എങ്ങും പൂർത്തിയായില്ല സമയബന്ധിതമായി പരിശോധിച്ചു? അതേസമയം കൊച്ചി വാട്ടർ മെട്രോ മറിച്ചുള്ള അനുഭവങ്ങളും വരുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന്. ഇപ്പോൾ കുറച്ച് താമസമുണ്ടെങ്കിലും K-ഫോൺ അതിൻ്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറായി കിഫ്ബിയുടെ പ്രൊജക്റ്റുകളൊക്കെ സമയബദ്ധമായി തീങ്ങുന്നുണ്ട്. തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് തീരും ആ രീതിയിലുള്ള ചിട്ടകളൊക്കെ. അപ്പം നമ്മൾ പരിശോധിക്കണം കേസായിട്ട് എടുത്തിട്ട്. ഇപ്പോൾ നേരത്തെ എല്ലാവരും പറയും കേരളത്തിൽ ഇങ്ങനെ വലിയ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ KP കണ്ണൻ നിരന്തരം പറയുന്നതാണ് കേരളത്തിൽ സെഞ്ചുറി ഇല്ല 50 വർഷം തികക്കാത്ത ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാത്ത ഒരു ഇറിഗേഷൻ പ്രൊജക്റ്റ്. ശരിയാ, എന്താ കാര്യം എന്നറിയാം? പദ്ധതികളും എടുക്കും, കാശുണ്ടാവില്ല. അവ എല്ലാത്തിനും 100 കോടി രൂപ വേണ്ട പദ്ധതിക്ക് കൊടുക്കുന്നത് 2 കോടി രൂപയാണ്. അങ്ങനെ 2 വെച്ച് കൊടുക്കുമ്പോഴത്തേനും അവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളത്തിനുള്ള തുകയെ തീർന്നു. പ്രവൃത്തി ഇപ്പോൾ നടക്കുന്ന ജലസേന പദ്ധതികളിലെല്ലാം ഏതാണ്ട് ശമ്പളത്തിനുള്ള വക കൊടുക്കും. കാരണം നമ്മൾ ബഡ്ജറ്റിൽ മൂലധന ചെലവിന് പണം വേണ്ടത്രയില്ല. കാരണം നമ്മുടെ ഈ വിദ്യാഭ്യാസവും ആരോഗ്യമെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടത്ര പണം ഉണ്ടാകും. എന്നാൽ നമ്മുടെ ആഗ്രഹം വളരെ വലുതാണ്. അതുകൊണ്ട് എല്ലാത്തിനും ഈ രാമേശ്വരം ക്ഷൗരം പോലെ കുറച്ച് കൊടുക്കും, ഒന്നും തീരുന്നില്ല. അതടക്കമുള്ള കാര്യങ്ങളുണ്ട് പിന്നിൽ. പക്ഷെ സ്മാർട്ട് സിറ്റി ആഗണത്തിൽ പെട്ടതല്ല. നമ്മുടെ എർബൻ ഗവർണൻസ് സിസ്റ്റം ഇൻഎഫിഷ്യൻ്റ്. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കണം. കേരളം മൊത്തത്തിൽ അർബൻ സിസ്റ്റം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സാർ അർബൻ ഗവർണൻസ് സിസ്റ്റം ഇൻഎഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ തന്നെ ചോദിക്കുന്ന കാര്യം, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. അതായത് സാർ വളരെ ബുദ്ധിപരമായി ഒരു ഹഡിൽ ചാടിക്കിടന്ന് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി കിഫ്ബി പോലെയും അതുപോലെ കടമെടുപ്പിനുള്ള സാധ്യതകളുണ്ടാക്കി. അതേപോലെ തന്നെ ഒരു ഫിനാൻസ് മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇപ്പോൾ KSRTC എടുത്തു നോക്കിയാലും KSEB എടുത്തു നോക്കിയാലും ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം ഇപ്പോൾ ഉദാഹരണത്തിന് സാർ പറഞ്ഞ ഒരു കാര്യം, ഞാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴിയാണ് ആളുകൾ പേയ്മെൻറ്റ് നടത്തുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന അവിടെ കളക്ഷന്, അതായത് കൗണ്ടറിലിരിക്കുന്ന സ്റ്റാഫിനെ പോലും നമുക്ക് മാറ്റി ഡിപ്ലോയ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സാറിൻ്റെ അനുഭവം എന്താണ്? കാരണം സാർ അതിൽ ശ്രദ്ധിച്ചിരുന്നു, അതിൽ മാറ്റങ്ങൾ വരുത്തി. ഇപ്പോൾ KSRTC ഞാൻ പറഞ്ഞ ഒരെണ്ണമല്ല, ഇപ്പോൾ ഒരുപാട് ഇതുവരെയും കൊടുത്ത പണം എന്നുണ്ടെങ്കിൽ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഒരു 8,000 കോടി രൂപ, പക്ഷെ അതിനേക്കാൾ കൂടുതലായിരിക്കും കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയ KSRTC ഉണ്ടാക്കാനുള്ള പണമാണെന്ന് ഈ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇൻഎഫിഷ്യൻ്റ്. ഞാൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് മിസ്മാനേജ്മെൻറ്റിൽ ഇരുന്ന് ശീലിച്ചു പോയി. നല്ല മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുതിര കയറുന്നതല്ല തൊഴിലാളികൾ നടത്തും.
അങ്ങനെ ധരിക്കുന്ന ചിലരൊക്കെ വന്നിരുന്നിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ട് മാനേജ്മെന്റ് എന്തിനാ? തൊഴിലാളിക്ക് ഇഷ്ടമില്ലെങ്കിൽ അയാളെ മാനേജ് ചെയ്യാനാ. ആ അതല്ലേ നല്ല മാനേജ്മെന്റ് ചെയ്യണത്. അപ്പൊ അതിനൊക്കെ വിദ്യകളുണ്ട്. ഇപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സമരം നടന്ന സ്ഥലം മുംബൈയാണ്. എത്ര പണിമുടക്കുകള്, ട്രേഡ് യൂണിയൻ വളർന്നു വന്ന അവിടെ അല്ലേ. ഇപ്പൊ അങ്ങനെയാ മാനേജ് ചെയ്തു വരും. അതാണ് മാനേജ്മെന്റ് വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മളുടെ മാനേജ്മെന്റിലുള്ള പോരായ്മകൾ ഗൗരവമായിട്ട് എടുക്കണം. തൊഴിലാളിയുടെ ഭാഗത്ത് പോരായ്മയൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയണേ. പക്ഷെ ഇറ്റ് ഷുഡ് ബി ശീലങ്ങൾ മാറ്റേണ്ടി വരും. ചില കാര്യങ്ങൾ കർക്കശമായിട്ട് ഉള്ള നിലപാടെടുക്കേണ്ടി വരും. പക്ഷേ ഇത് ബ്ലാക്ക് മാർക്കാണ്. ഈ KSRTC വലിയ ബ്ലാക്ക് മാർക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പുതിയ KSRTC ഉണ്ടാക്കാനുള്ള പണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ KSRTC സ്വത്ത് മൊത്തം വായ്പക്ക് വേണ്ടി ഈട് വെച്ചിരിക്കുന്നു. എന്തോ KSRTC സ്വത്ത് മൊത്തം ഈട് വെച്ചിരിക്കല്ലേ, എന്നിട്ട് ലോൺ എടുത്തിരിക്കുന്നു. ലോണിലേക്ക് എത്ര പൈസ അടക്കുന്നു? അപ്പൊ ഇതെങ്ങനെ നികത്തിക്കൊണ്ടു? ഒന്ന്, നമുക്ക് പൊതുഗതാഗത സംവിധാനം വേണം. നിങ്ങൾ അതല്ലാതെ മാറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യ വരാൻ പോണത് തിരക്കുള്ള റൂട്ടിൽ ടിക്കറ്റ് കൂടും. സീസണായ ടിക്കറ്റ് റെയിലിൽ പോലെ വിമാനത്തിൽ പോലെ ആക്കണമെന്നാണ് പറയുന്നത്. രണ്ട്, ഈ പൊതുഗതാഗതം ഇല്ലാതായാലുണ്ടല്ലോ, എല്ലാവരും കാറെടുത്തിറങ്ങുക. എല്ലാവരും കാറെടുത്തിറങ്ങിയ ഇറക്കാനായിട്ട് റോഡുണ്ടാവില്ല. ഇനി റോഡ് പണിയാൻ പറ്റുമോ? ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സ്ഥലമായി മാറും. അതുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങിയ ഗതാഗതത്തിന് കേരളയിൽ വേണം. ദീർഘ യാത്രക്കാരൊക്കെ സ്റ്റൈലായിട്ട് പോയിക്കോട്ടെ. കൊച്ചിയിൽ ഇറങ്ങി നമ്മുടെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പൊതുഗതാഗതം വേണം. സബ്സിഡൈസ് ചെയ്താലും ഇപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട് വന്നു. എന്തൊരു വ്യത്യാസം ഉണ്ടാക്കുന്നത് കൊച്ചിയിൽ. കൊച്ചി മെട്രോയേക്കാൾ വലുതായിരിക്കും വ്യത്യാസം ഉണ്ടാക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിന് അവിടെ ഉണ്ടാവണം. ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം, ഓട്ടോയ്ക്കും കൊടുത്താൽ പോകണം. ഇത് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് പൊതുഗതാഗതം ആവശ്യമാണ്. ഒരു സ്ഥാപനം നഷ്ടത്തിൽ പോകുന്നത് വളരെ ആശ്ചര്യകരമായിട്ടുള്ള കാര്യമല്ലേ? അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ അടിയന്തരമായി വേണ്ടതല്ലേ എന്നാണ്. ഇതുപോലെ തന്നെ ഇവിടെ പ്രൊഫഷണലിസം വേണം. ഇതിലൊക്കെ നമ്മൾ ഒത്തിരി മാറ്റം വരുത്താനുണ്ട്. നിങ്ങൾ പറഞ്ഞ വിമർശനമൊക്കെ ശരിയാ. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് 2.5 ലക്ഷം കോടിയിലധികം വരുന്ന ഏതാണ്ട് 35% ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സഹകരണ ബാങ്കുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ജസ്റ്റ് ടു ടെംപ്റ്റിംഗ്. അർഹതയില്ലാത്തവർ കൊടുത്തു കഴിഞ്ഞാൽ പല പേര് വായ്പ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല തിരിമറികളാണ്. ഇവിടെ കുറ്റം ചെയ്ത ആൾക്കാരോ അവരെ ശിക്ഷിക്കണം, പാർട്ടിയിൽ നിന്നും പുറത്താക്കണം, അവരെ ശിക്ഷ വേറെ കൊടുക്കുകയും വേണം. ഇല്ല, ഞാൻ CPM CPI ഒന്നും പറയുന്നില്ല. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ നാണക്കേടായി. അതെ, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കണം എന്നുള്ള ലക്ഷ്യം വെച്ച് അതിനോടൊപ്പം ഒന്നും കൂടാനില്ല കേട്ടോ. നിയമപരമായ ചില പ്രതിബന്ധങ്ങളെ സാർ മറികടന്നുള്ളതാണ്. അത് എന്തുകൊണ്ടായിരിക്കും സാർ? കള്ളത്തരം കാണിക്കുന്നവരെയൊക്കെ പിടിക്കണം, ചോദ്യം ചെയ്യണം, തെറ്റുണ്ടെങ്കിൽ ചെയ്യണം. പക്ഷേ BJP ചേർന്ന പിന്നെ ഇവർക്കൊന്നും പ്രശ്നമില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇത് ആൾക്കാരെ പേടിപ്പിച്ച് അങ്ങോട്ട് ആക്കാൻ വേണ്ടി ED ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ ധനസ്ഥിതി വളരെ മോശാവസ്ഥയിലാണ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ പറ്റുന്നത്? കേന്ദ്രം തരുന്ന സഹായം, അതുപോലെ കേന്ദ്രം ദുഷ്ടത്തരം കാണിച്ചൊന്നും ഞാൻ പറയില്ല. ഫിനാൻസ് കമ്മീഷൻ ചെയ്താ ഇതാ പറഞ്ഞത്. കേരളത്തിനെതിരായിട്ടുള്ള സാമ്പത്തിക ഉപരോധമാണ് മനഃപൂർവ്വം ഈ സംസ്ഥാനത്തെ ഞെരുക്കാൻ, തകർക്കാനുള്ള നീക്കം. അതായത് കേന്ദ്രം അവഗണനയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് നിർമ്മലാ സീതാരാമൻ വലിയ പ്രസ്താവന നടത്തി. നമുക്ക് പേടിയൊന്നുമില്ല. നിർമ്മലാ സീതാരാമൻ 6 മണി വരട്ടെ. ഞാനപ്പോൾ കൊണ്ട് ഇനി ഇവരൊന്നും അല്ല, ഇനി എല്ലാവർക്കും വേറെ അസ്മാതാണെങ്കിൽ വരട്ടെ, നമുക്ക് കുഴപ്പമൊന്നും. ജി സുധാകരൻ അന്ന് എന്നോട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായ മാനേജ്മെന്റ് ഇല്ലാത്തതാണ്, കഴിഞ്ഞ ഗവൺമെന്റിൽ ഇങ്ങനെയൊന്നും. പക്ഷെ മനസ്സിലാക്കേണ്ടത് ആത്മഹത്യ ചെയ്യിച്ചതാരാ? ഇത് പ്രശ്നമില്ല. ആരാ ഈ പാവത്തിനെ പറഞ്ഞ് പേടിപ്പിച്ച് ആത്മഹത്യ ചെയ്യിച്ചു? അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ, സ്റ്റേജ്ഡ് പരിപാടികളാണ് സർക്കാരിനെ കോണർ ചെയ്യാൻ വേണ്ടി. കാരണം സാറേ, ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കേൾക്കുന്നു പത്തനംതിട്ടയിൽ. അതുകൊണ്ട് ഇനി ആജീവനാന്ത കാലവരക്കൊന്നും പാർട്ടി ഏർപ്പെടുത്തിയിട്ടില്ല. പാർട്ടി തീരുമാനിച്ച് ഇനിയും മത്സരിക്കും.